ആന്ധ്രാപ്രദേശിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് ഭോഗപുരത്തെ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളം ഓഗസ്റ്റ് 17 മുതൽ പ്രവർത്തനമാരംഭിക്കുന്നു. നിലവിലെ വിശാഖപട്ടണം വിമാനത്താവളത്തിന് പകരമാകുന്ന ഈ അത്യാധുനിക വിമാനത്താവളം പ്രതിവർഷം 60 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയോടെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഭാവിയിൽ ഈ ശേഷി 4 കോടി യാത്രക്കാരിലേക്ക് ഉയർത്താനും പദ്ധതിയുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ സാംസ്കാരിക പൈതൃകം ഉയർത്തിക്കാട്ടുന്ന രീതിയിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുഗുളു, കുച്ചിപ്പുടി, ഷെഹ്നായി തുടങ്ങിയ തനത് കലാരൂപങ്ങളുടെ സവിശേഷതകൾ വിമാനത്താവളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ കാണപ്പെടുന്ന ഫ്ലൈയിംഗ് ഫിഷ് എന്ന മീനിൽ നിന്നാണ് വിമാനത്താവളത്തിന്റെ ആകൃതിക്ക് പ്രചോദനം ലഭിച്ചത്. ആധുനിക സാങ്കേതികവിദ്യകളുടെ സമന്വയവും വിമാനത്താവളത്തിന്റെ പ്രധാന ആകർഷണമാണ്. DG യാത്ര, സെൽഫ് ബാഗേജ് ഡ്രോപ്പ്, AI അധിഷ്ഠിത പ്രവർത്തന നിയന്ത്രണ സംവിധാനം എന്നിവ യാത്രക്കാർക്ക് കൂടുതൽ വേഗത്തിലും സൗകര്യപ്രദമായും സേവനങ്ങൾ ലഭ്യമാക്കും. മണിക്കൂറിൽ 275 കിലോമീറ്റർ വേഗതയിലുള്ള ശക്തമായ ചുഴലിക്കാറ്റുകളെപ്പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ വികസനത്തിനും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 5 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതി, വിപുലമായ ഹരിതവൽക്കരണം, ഊർജ്ജക്ഷമ സംവിധാനങ്ങൾ എന്നിവ വിമാനത്താവളത്തെ സുസ്ഥിര അടിസ്ഥാന സൗകര്യ മാതൃകയാക്കുന്നു. നിലവിലെ വിശാഖപട്ടണം വിമാനത്താവളത്തിന് നാവിക താവളവുമായി ബന്ധപ്പെട്ട സ്ഥലപരിമിതികളുള്ള സാഹചര്യത്തിലാണ് പുതിയ വിമാനത്താവളം യാഥാർത്ഥ്യമായത്. ഓഗസ്റ്റ് 17 മുതൽ വിശാഖപട്ടണത്തെ എല്ലാ വാണിജ്യ വിമാന സർവീസുകളും ഭോഗപുരം വിമാനത്താവളത്തിൽ നിന്നായിരിക്കും പ്രവർത്തിക്കുക. സംസ്ഥാന സർക്കാരിന്റെ ദീർഘകാല വികസന കാഴ്ചപ്പാടിൽ ഈ പദ്ധതി നിർണായക സ്ഥാനമാണ് വഹിക്കുന്നത്. സാങ്കേതികവിദ്യ, ഡാറ്റാ സെന്ററുകൾ, നിർമ്മാണം, ലോജിസ്റ്റിക്സ് മേഖലകളിൽ കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനും വിമാനത്താവളം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഹൈദരാബാദും ബംഗളൂരുവും വിമാനത്താവള വികസനത്തിന് ശേഷം കൈവരിച്ച സാമ്പത്തിക മുന്നേറ്റത്തിന് സമാനമായ മാറ്റങ്ങൾ ആന്ധ്രാപ്രദേശിലും സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാരും ജനങ്ങളും.